ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച 50% തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് അമേരിക്ക. റഷ്യയിൽ നിന്ന് ഭീഷണി നേരിടുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുവ എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്നും കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തന്നാലും വാങ്ങുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനാണ് ഇന്ത്യക്കുമേൽ ഓഗസ്റ്റ് 27 മുതൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നത്. നേരത്തെയുള്ള 25% തീരുവ ഉൾപ്പെടെ ഇതോടെ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ തീരുവകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസിന്റെ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. യുക്രൈൻ റഷ്യ സമാധാന കരാർ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ കനത്ത തീരുവ ചുമത്താനുള്ള നീക്കവുമായി അമേരിക്ക നീങ്ങുന്നത്. യുക്രൈനുമായി ധാരണയിലെത്താൻ റഷ്യ വഴങ്ങാത്ത പക്ഷം റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ വ്യക്തമാക്കി. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തന്നാലും വാങ്ങുമെന്നും വിനയ് കുമാർ പറഞ്ഞു. അതിനിടെ അമേരിക്കയ്ക്കാവശ്യമായ മാഗ്നറ്റുകൾ നൽകാൻ ചൈന തയ്യാറാകാത്ത പക്ഷം ചൈനയ്ക്കുമേൽ 200% അതിലേറെയോ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അതേസമയം അമേരിക്കയുടെ പിഴച്ചുങ്കം നാളെ മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ആഭ്യന്തര ഉത്പാദനം ശക്തമാക്കാൻ വീണ്ടും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നതാവണം മന്ത്രമെന്ന് അഹമ്മദാബാദിലെ മാരുതി സുസുക്കി EV പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമാകെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന EV ബാറ്ററികൾ ഉപയോഗിക്കുന്ന കാലം വിദൂരമല്ല. 100-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ EV ബാറ്ററി കയറ്റുമതി ചെയ്യും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. കൂടുതൽ വിദേശ നിക്ഷേപകരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.